പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗ ലീഡിയിൽ കർത്താവിൻ്റെ ദാസൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ സ്നേഹവും വന്ദനവും പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നല്ല പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ദൈവാത്മാവിൽ ബലപ്പെടുവാൻ തക്ക ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ ദൈവം ഏൽപ്പിച്ചു. നല്ല സങ്കീർത്തനത്തെ ദൈവം നൽകി തന്നു. എല്ലാ വിധത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ച കടന്നു വരുവാൻ തക്കൊന്നും കഴിഞ്ഞില്ല. എന്നാൽ ഇവർക്കാലം ബലത്തോടെ സൗഖ്യത്തോടെ ദൈവസന്നിധിയായിരിക്കാൻ ദൈവസഹായിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള അല്പസമയത്തെ ധ്യാനത്തിനായി ഇവർക്കാലം പരിശുദ്ധാത്മാവിൽ ദൈവം എനിക്ക് നൽകിയതായ അതിനോട് വാക്യങ്ങളെ വായിച്ച് അതിലൂടെ ദൈവം എനിക്ക് നൽകി തന്ന ആലോചനകളെ ഒരുമിച്ച് പങ്കുവച്ചിട്ടിരിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ആധാരമായി പ്രാരംഭമായി പത്രോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കും. ചെറിയ പാട്ടിൻ്റെ 1-2 ചടങ്ങ് പാടിയിട്ട് ദൈവം സൃഷ്ടിക്കണം. വേണ്ട വർഷം ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയേനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ ഒഴുകി ഒഴുകി അടിയേനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. എന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ മാനപാത്രവുമാ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. നമ്മൾ വായിച്ച വേദഭാഗത്തോടനുബന്ധിച്ചാണ് പാട്ടിൻ്റെ ചരണങ്ങൾ പാടുവാൻ കഴിയുന്നത്.
ഈ വേദഭാഗത്തിലൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ആത്മീയ വളർച്ച എന്നുള്ള വിഷയമാണ്. സ്പിരിച്വൽ ഗ്രോത്ത്. പാടില്ലെങ്കിൽ പാടിയപ്പോൾ പറയാം, അവിടെ സ്നേഹമാൻ ദൈവമേ ഞാൻ അനുദിനവും അങ്ങയിൽ വളരുവാനിടയാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ വായിച്ച വേദഭാഗത്ത് നമ്മൾ വായിച്ചു, ആ ഭാഗം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ആകയാൽ എല്ലാ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായകുലില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മള് ദിനംതോറും ദൈവസന്നിധിയിൽ വളരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നല്ലൊരു വളർച്ച നമുക്ക് ആവശ്യമെന്ന് വരികിൽ നല്ല ജനനം വേണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് ചെറുപ്പകാലത്ത് കുഞ്ഞിനെയും കൊണ്ടൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകണം. കുട്ടികളുടെ ആശുപത്രി ഉണ്ട് അവിടെ, മെഡിക്കൽ കോളേജിലൊക്കെ ICH എന്ന് പറയുന്നത്, അതായത് കുട്ടികളുടെ ആശുപത്രി. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ചില കുഞ്ഞുങ്ങൾ പ്രായം കൊണ്ട് നല്ല പ്രായമുണ്ടെന്ന് ഒരിക്കലും കണ്ടാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ വളർച്ചയില്ലാത്ത ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉണ്ടപ്പക്രു എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അദ്ദേഹം ഇത്രയും നീളവും 1.5 മണി നീളവും, പക്ഷെ ഒരിക്കൽ പ്രായം ഒത്തിരിയുണ്ട്. കാരണം ശാരീരികമായ എന്തോ കുഴപ്പം കൊണ്ടാണ് ഈ ജനനത്തിൽ എവിടെയോ പരാജയം സംഭവിച്ച് ശാരീരികമായ എന്തോ കുഴപ്പം കൊണ്ടാണ് വേണ്ട വിധത്തിൽ വളരുവാൻ, ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാത്ത, ഹൈറ്റ് ഉണ്ടാകുവാൻ കഴിയാതിരിക്കുന്നത്. അപ്പം നല്ല ജനനമുണ്ടെങ്കിൽ മാത്രമേ നല്ല നിലയിൽ വളരുവാൻ തക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് കൂടെ പറയുന്നത്, ഈ നല്ല വളർച്ച നിങ്ങൾക്ക് ആത്മീയമായി വളരുവാൻ തക്കവണ്ണം കഴിയണമെന്ന് വരികിൽ ഒന്നാമതായിട്ട് അദ്ദേഹം ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്നാമതായി നീക്കിക്കളയണം. അതിനു മുമ്പ് ഞാൻ നല്ല ജനനത്തെ കുറിച്ച് പറയാം. പത്രോസ് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നു, അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജലവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിലെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അപ്പോൾ നമ്മൾ ജനിക്കേണ്ടത് എങ്ങനെയാണ്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ജീവനുള്ള വചനത്താൽ നമ്മൾ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മീയമായി വളരുവാൻ തക്കണം കഴിയത്തുള്ളൂ. അപ്പൊ ജനനം എങ്ങനെയായിരിക്കണം? ആത്മീയമായി ദൈവത്തിന്റെ വചനമാകുന്ന, കെടാത്തതായ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വീണ് കഴിയുമ്പോൾ അത് അവിടെ നിന്ന് കിളിർത്ത് വളരുവാൻ തക്കണം വേണ്ടിയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ഉദാഹരണങ്ങൾ, പല ഉദാഹരണങ്ങളിനോടുള്ള ബന്ധത്തിൽ വായിക്കാനുള്ളത് 1-2 ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് വായിക്കുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമതായിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. 13-ന്റെ 1 മുതൽ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടല്ലോ വായിച്ചതായ ദൈവത്തിന്റെ വചനം. അപ്പോൾ കർത്താവ് അവിടെ ദൈവപണ്ഡിതന്മാർ പറയുന്നത്, കർത്താവ് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൂരെ ഇസ്രായേൽ ദേശത്ത് വയലിൽ ഒരു കൃഷിക്കാരൻ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കണ്ടുകൊണ്ടാണ് കർത്താവ്
ആ ഉപമ അവിടെ പറഞ്ഞെന്ന് നമുക്ക് കാണുവാൻ കൊള്ളാൻ കഴിയുന്നുണ്ട്. അവിടെ വിതയ്ക്കുവാൻ അത് ഓരോ വാക്യങ്ങളും വായിച്ച് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചത് മറ്റു ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലമാകുന്ന ഒരുക്കമുള്ളതായ ഹൃദയത്തിൽ വീഴുന്നതായ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അത് അവിടെ നിന്ന് വളർന്ന് ആളിനെ പന്തലിച്ച് നല്ല ഫലങ്ങൾ കൊടുക്കുവാൻ തക്ക വേണ്ടിയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നല്ല നിലവാകുന്ന ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തിൽ വചനമാകുന്ന വിത്ത് വീണെങ്കിൽ മാത്രമേ അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വളർന്ന് ആത്മീയമായി വളർന്ന് കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, കൂട്ട സഹോദരങ്ങൾക്ക് വേണ്ടി, ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടി ആത്മീയമായ നിലയിൽ ഫലങ്ങൾ കൊടുക്കുവാൻ തക്ക കഴിയുകയുള്ളൂ. അപ്പോൾ എവിടെയാണ് ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ വീഴുന്ന വിത്ത് വളർന്ന് വലുതായി അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ളതായ ഫലങ്ങൾ കൊടുക്കുവാൻ തക്ക വേണ്ടിയായി തീർന്നു. അപ്പൊ അവിടെ നല്ല നിലത്ത് വീണതായ വിത്ത് വളർന്ന് എന്ത് കൊടുക്കുന്നു എന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്? 100, 60, 30 മേനിയായി വിളഞ്ഞ് ഫലം കൊടുക്കുന്നു. 100, 60, 30 100 തുടങ്ങി താഴോട്ട് വരിക എന്നുള്ളതല്ല. ആദ്യം നല്ല ഫലം കായ്ച്ചിട്ട് അത് കുറഞ്ഞു വേറെ ഭാഗത്ത് ഞാൻ ആ ഭാഗം വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന് ശേഷം വായിക്കുന്നുണ്ട് 30, 60, 100 മേനിയായി ഫലങ്ങൾ കൊടുത്തുന്ന. അത് ഇംഗ്ലീഷ് വായിക്കുന്നത് some are 64, some are 100. Could you please read in English that portion? You have what translation in English you have? KJV or? Yes, good news. Yeah, okay, no problem. Maybe you have the same. Matthew chapter 13, verse the last one. But some seeds fell in good soil, and the plants produced corn. Some produced 100 grains, others 60. Some produced 100 grains, others produced 60, and others 30. Others ചിലത് 100, ചിലത് 60, ചിലത് 30. അതായത് ഓരോന്നിനും ദൈവം കൊടുത്തിരിക്കുന്നതായ പ്രാപ്തിക്കും കൃപയ്ക്കും അനുസരിച്ചാണ് ഫലങ്ങൾ കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവദാസനായ ഹല്ലേലൂയ അദ്ദേഹത്തിന് പുറപ്പെടുന്നതായ ഫലങ്ങളല്ല എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളല്ല ഹല്ലേലൂയ ദക്ഷിണ ഭാഷയിൽ നിന്ന് പുറപ്പെടുന്നത്. ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളിൽ നിന്നും പുറപ്പെടുന്നതായ ഫലങ്ങൾ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. അത് എങ്ങനെ അത് ജനിച്ച് എങ്ങനെ അത് വളർന്നു വരുന്നോ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ മാത്രം കൊടുക്കുവാൻ തക്കവണ്ണമേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെയാണെന്നുവെങ്കിൽ ഇന്ന് വൽക്കാലം നമുക്ക് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്, കർത്താവേ നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന അളവിൽ നിനക്ക് വേണ്ടി ഫലം കൊടുത്ത് അങ്ങേക്ക് വേണ്ടി ആത്മീയമായി വളരുവാൻ തക്കവണ്ണം ഇന്ന് വൽക്കാലം എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ഈ പറയുന്നവരാരാന്നറിയുന്നു? പറയുന്ന ആളെന്ന് പറയുന്ന അപ്പോസ്തലനായ പത്രോസാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ശിഷ്യനായി തിരഞ്ഞെടുത്ത് നമുക്കറിയാം ഫീൽഡിൽ കർത്താവിനെ പിടിക്കപ്പെടുവാനുള്ളതായ സമയമായപ്പോൾ അദ്ദേഹത്തെ ചില ഒരു സഹോദരി വന്ന്, അയ്യോ നീയും അവന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഇല്ല, ഞാൻ അവനെ അറിയുന്നില്ലേ ഇല്ലെന്ന് പല പ്രാവശ്യം തള്ളി പറഞ്ഞതായ പത്രോസാണ് ഈ ലേഖനം എഴുതുന്നത് നിങ്ങൾ വിചാരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പത്രോസ് ഹല്ലേലൂയ ആ നിലയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം പലപ്പോഴും കഴിയാതെ പിന്മാറ്റത്തിൽ പോയതായ കർത്താവിനെ തള്ളിപ്പറഞ്ഞതായ പത്രോസാണ് ഈ നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഈ ലേഖനം എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് സംഭവിച്ചത്? മർക്കോസിന്റെ മാളിക മുറിയിൽ കർത്താവ് കടന്നുപോയതിനു ശേഷമായിട്ട് 50ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആത്മീയമായി വളരുവാൻ തക്കവണ്ണമുള്ളതായ യഥാർത്ഥമാകുന്ന വിത്ത് വീണ്ടും പത്രോസിലേക്ക് വ്യാപരിക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അങ്ങനെ ആത്മീയമായിട്ട് വളർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം പത്രോസിനിടയായി. ആ ശക്തി തന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള നിലയിലേക്ക് പത്രോസിനെ വളർത്തുവാൻ ദൈവത്തിന് ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി വളരുവാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി വളരുവാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ നമ്മൾ ദിനംതോറും വളരുന്നവരായിരിക്കണം. ദൈവത്തിന് വിതച്ചപ്പോഴും ഒരു കൊട്ട, കൊയ്തപ്പോഴും ഒരു കൊട്ട, അങ്ങനെ ആയിരിക്കുവാനല്ല. എന്നും നമ്മൾ കടന്നു വരുന്നുണ്ട്, പാടി ആരാധിക്കുന്നുണ്ട്. സ്വത്രാർത്ഥപാത്രം അടുത്ത് വരുമ്പോൾ നമ്മൾ സ്വത്രകാഴ്ച ഇടുന്നുണ്ട്. എന്നും ഒരു ഹല്ലേലൂയ നല്ല പാട്ട് പാടുന്നുണ്ട്. എന്നും ഹല്ലേലൂയ ദൈവവചനം കേൾക്കുന്നുണ്ട്, സങ്കീർത്തനം കേൾക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ.
എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മൾ അനുദിനം വളർന്നു വരുവാൻ ഇന്നും വിശ്വാസിയായിരിക്കുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ വളർന്നു വന്ന് ദൈവവചനം ശക്തിയോടെ പ്രസംഗിക്കുന്ന ആളായിട്ട് വളർന്നു വരണം. ദൈവത്തിന്റെ ആത്മാവിൽ ശക്തി പ്രാപിച്ച് പ്രവചന ശുശ്രൂഷയിൽ കടന്നു വരുവാൻ തന്നെ വേണ്ടിയായി തീരണം. അനേകരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അനേകരെ കർത്താവിലേക്ക് നയിക്കപ്പെടുന്നവരായി തീരുവാൻ തന്നെ വേണ്ടിയായി തീരണം. അങ്ങനെ നമ്മൾ ആത്മീയമായി വളരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കാരും ഒന്ന് സ്വയം ചിന്തിച്ചാട്ടെ, ഇന്നൊക്കാരും ഞാൻ അങ്ങനെയാണോ? ഞാൻ എന്നും കടന്നു വരുന്നുണ്ട്, ഞാൻ എന്നും സ്വതന്ത്രമായിടുന്നുണ്ട്, ഞാൻ എന്നും ഒരേയിടത്തിൽ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം എന്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് യോഹന്നാനും കൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ യേശുവിനെ തള്ളി പറഞ്ഞതായ പത്രോസ് ദേവാലയത്തിന്റെ വാതിക്കലിരുന്ന് ഈ മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ച് ഈ മനുഷ്യന്റെ നേരെ നോക്കിക്കഴിഞ്ഞപ്പോൾ പത്രോസ് പറയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൈക്ക് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്തൊക്കെ പിടിയായിത്തീർന്നു. അവന്റെ കാലും നരിയാനും ഉറച്ച് അവൻ പാടി കർത്താവിനെ സ്തുതിപ്പാൻ തക്ക വേണ്ടിയായിത്തീർന്നു. ഇത് എവിടെ നിന്നാണ് പത്രോസിന് ലഭിച്ചത്? പരിശുദ്ധാത്മാവിനാൽ അവന്റെ ഹൃദയത്തിലേക്ക് വീണതായ ആ വിത്ത് അവിടെ നിന്ന് വളർന്ന് 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 താൻ വളർന്നു വരുവാൻ തക്ക വേണ്ടിയായിത്തീർന്നു. ആ വളർച്ച അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് രോഗികൾക്ക് വിടുതലായി, അനേക സഭയിലുള്ള തന്റെ പിന്നാലെ വന്ന അനേകർക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ 3000-അധികം പേര് ഒറ്റ പ്രസംഗത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണമുള്ള കൃപയിലേക്ക് വളരുവാൻ ഈ പത്രോസിന് ഇടയായെന്ന് വരികയും ഇന്ന് കാലം പ്രിയ ദൈവജനമേ, നമ്മളെ കുറിച്ച് മഹാനിലയിൽ നാം വളർന്നു വരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. വളരുവാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നമ്മൾ വായിച്ചതായ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പല തടസ്സങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമുക്ക് വളരുവാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിലുള്ള പല തടസ്സങ്ങൾ. പത്രോസ് പറയാണ്, എല്ലാ നുണ, പിന്നെ പറയാണ് എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ ഗുണയും നിങ്ങൾ നീക്കിക്കളയും. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഈ ഗുണങ്ങളൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വളരുവാൻ ആഗ്രഹമുള്ളവർക്ക് ഹല്ലേലൂയ ഇതെല്ലാം ഒരു തടസ്സമായി നിൽക്കരുത്. പണ്ടൊരാൾ ഇങ്ങനെ നാട്ടിലൊരു പറച്ചിലുണ്ട്, ഉത്തരത്തെ ഇരിക്കുന്നത് എടുക്കുകയും വേണം, കഷത്തി ഇരിക്കുന്നത് ഇങ്ങനെ എടുക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പോയെങ്കിൽ മാത്രമേ മുകളിലിരിക്കുന്ന കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ദുർഗുണങ്ങളെല്ലാം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായി വളരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അപ്പൊ ദിനംതോറും ഇവിടെ മാത്രം കേൾക്കുന്ന ദൈവവചനം മാത്രമല്ല നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിലേക്കുള്ള ആത്മീയ വളർച്ചയ്ക്കാണ്. നമ്മൾ വീട്ടിൽ സമയം കേൾപ്പിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ വചനം വായിക്കുന്നവരെ നമ്മൾ ആ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഈ പത്രോസിന്റെ ലേഖനങ്ങൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ ഈ വേദഭാഗം എന്റെ മനസ്സിനെ തട്ടുവന്ന വേണ്ടിയായിത്തീർന്നു. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് ഇന്ന് കാലം ഈ വചനം സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നമ്മൾ ആത്മീയമായി ഇന്ന് കാലം എത്ര പേര് ഹല്ലേലൂയ കർത്താവേ, എനിക്ക് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ പോരാ, എനിക്ക് ആത്മീയമായി വളരണം, ഞാൻ ഈ ചെറിയ സഭയിൽ കടന്നു വന്നിരിക്കുന്നവരെയും എന്നിലൂടെ അനേക വിശ്വാസികൾ കടന്നു വരുവാൻ ഇടയായിത്തീരണം, അനേകരോട് ദൈവത്തിന്റെ ആത്മാവിലുള്ള ആലോചന പറയുവാൻ ഇടയായിത്തീരണം. അങ്ങനെ അനേകര് എന്മൂലം ശിക്ഷിക്കപ്പെടുവാൻ, എന്മൂലം കർത്താവിനെ അറിയുവാൻ ഇടയായിത്തീരണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ആത്മീയമായി വളർത്തുവാൻ ഇടയായിത്തീരും. അത് ആത്മീയമായ വളർച്ചയുടെ ലക്ഷണമാണ്. അപ്പൊ നല്ല വളർച്ച ഉണ്ടാകണമെന്ന് വരികിൽ ഈ ഭാവങ്ങളെല്ലാം മാറ്റിക്കളയണം. എന്താണ്? എല്ലാ വ്യാജഭാവമൊക്കെ പണ്ട് യാക്കോബ് അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നു അനുഗ്രഹത്തിന് വേണ്ടി. സ്തോത്രം. ഏശാവിന്റെ ശരീരമെല്ലാം ദുരിതയുള്ള മൃഗത്തിനെ എല്ലാം കൊന്നിട്ട് ഹല്ലേലൂയ ആ തോലുള്ളതായ ആ വസ്ത്രം ധരിച്ച് അപ്പച്ചനെ പറ്റിക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട്, മോനെ നീ എൻ്റെ മകനായ യാക്കോബ് തന്നെയാണോ? അതെ അപ്പച്ച. തപ്പി നോക്കിയപ്പോ ഏശാവിന്റെ ശരീരം, ശബ്ദം പക്ഷേ
യാക്കോബ്. പക്ഷെ അബദ്ധം പറ്റിയെന്ന് വരില്ല. ഏതായാലും വിശ്വസിച്ച് കടന്നു വന്നായതുകൊണ്ട് അവൻ അനുഗ്രഹിച്ചു. അതാണ് വ്യാജഭാവം. ഹല്ലേലൂയ. ഉള്ളിൽ മറ്റൊന്ന് വെച്ചിട്ട് ഹല്ലേലൂയ പുറമെ വേറൊന്ന് നടിക്കുന്നതായ വ്യാജഭാവം. ഇത് തൽക്കാലം നമ്മൾ വിശ്വാസികളെ അഭിമാനിക്കുന്നവരിലും ഹല്ലേലൂയ വേണ്ട വിധത്തിൽ ഹല്ലേലൂയ വിശ്വാസികൾക്ക് ഉതകുന്ന നിലയിലുള്ളതായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ലെന്നൊരിക്കൽ ഞാൻ തീർച്ചയായിട്ടും ഒരു വ്യാജനാണ്. ഇത് കർത്താവ് നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരിൽ സംഗീതത്തിൽ കൂടെ നമ്മൾ കേട്ടതുപോലെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കുന്നവരിൽ ലേവ്യ ഗോത്രത്തിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധ മഹാപുരോഹിത വർഗമാകേണ്ടതിന് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നവരിൽ ഹല്ലേലൂയ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ട നിലയിലേക്ക് നമ്മളെ അവൻ വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ അവസാന ഭാഗത്ത് അതാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തല്ലിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ കഴിപ്പന്തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീണ് നമ്മൾ വളർച്ച പ്രാപിച്ചിട്ട് വിശുദ്ധ ദേവി ഗോത്രം ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം പുരോഹിത വർഗമായ നിലയിലേക്ക് നമ്മൾ ആയിത്തീരുവാൻ തക്കവണ്ണം ഉള്ളതായ നിലയിൽ നമ്മൾ വളരണം. പുരോഹിതൻ എന്നുള്ളതായ വാക്കിന്റെ അർത്ഥം ബ്രിഡ്ജ് ബിൽഡർ എന്നാണ്. അതായത് പാലം പണിയുന്നവൻ. ലോകത്തിലായിരിക്കുന്ന ഒരു ഇക്കരെ പാലത്തിന്റെ പ്രയോജനം എന്താ? ഇക്കരെ നിൽക്കുന്ന ആളിനെ അക്കരയിലേക്ക് കൊണ്ടുചെല്ലുക. അങ്ങനെ ആ വരിയിൽ ലോകമനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെ അവിടെ നിന്ന് രക്ഷിച്ച് ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഒരു പുരോഹിതന്റെ ശുശ്രൂഷ. അങ്ങനെയാണെങ്കിൽ നല്ല നിലത്ത് വീണതായ വിത്ത് വളർന്നു വന്ന് നല്ല ഫലങ്ങൾ കൊടുത്ത് അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷയായി തീരുവാൻ തക്കവണ്ണം, ഒരു ശുശ്രൂഷകനായി തീരുവാൻ തക്കവണ്ണം, ഒരു ശുശ്രൂഷയായി തീരുവാൻ തക്കവണ്ണം, ദൈവദാസന്മാരും ദൈവദാസിമാരുമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ആ നിലയിലേക്ക് വളർന്നു വരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഒന്ന് സ്വയം ചോദന ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളായി? ഹല്ലേലൂയ. ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ട് എത്ര നാളായി? ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് എത്ര നാളായി? എനിക്ക് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ വളർന്നു വന്നിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ തക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒന്ന് സ്വയം ചോദന ചെയ്താട്ടെ. തീർച്ചയായിട്ടും ഈ ദൈവത്തിന്റെ ശുശ്രൂഷ അങ്ങനെ ഒരു സ്വയ ചോദനയ്ക്ക് ഹല്ലേലൂയ ഇടയാക്കി തീരട്ടെ എന്ന് ഞാൻ ആമേൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവസാനമായി അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വാക്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. നിങ്ങളോ ഹല്ലേലൂയ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ വർഗവും പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി വളർന്നു വരുന്നതായ ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ അനേക ക്വാളിഫിക്കേഷൻ നമ്മൾക്ക് നൽകിത്തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വളർന്നു വന്നിട്ട് എന്തായി തീരുന്നു നമ്മൾ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാജകീയ പുരോഹിതൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആമേൻ, വിശുദ്ധ വംശമായി തീരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെയാണ്? ഒരു ജാതി, അവന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ജാതി. ആമേൻ. രാജകീയ പുരോഹിത വർഗം, രാജകീയ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ രാജാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഇവിടെ രാജാക്കന്മാരുണ്ട് അല്ലേ? അവർക്ക് രാജാക്കന്മാർക്ക് പ്രത്യേക ആമേൻ വസ്ത്രമുണ്ട്, അവർക്ക് പ്രത്യേക കൊട്ടാരമുണ്ട്, അവർക്ക് ആ നിലയിലുള്ളതായ ആമേൻ പല സൗകര്യങ്ങളുണ്ട്. അങ്ങനെയാണെന്നുവെങ്കിൽ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളെ രാജാക്കന്മാരായിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വർഗീയ രാജ്യത്തെ രാജാക്കന്മാരായിട്ട് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനമായി അവൻ നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ഇന്ന് തൽക്കാലം ആ നിലയിലേക്ക് ഹല്ലേലൂയ വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിച്ചവരായി ദിനംതോറും നമുക്ക് വളർന്നു വരുവാൻ പണമിടിയായി തീരണം. ഇന്ന് തൽക്കാലം വളരുവാൻ ആഗ്രഹമുണ്ടോ? അതോ എന്നും ഹല്ലേലൂയ കുന്നും ഈ പാട്ടും പാടി ഹല്ലേലൂയ ഈ നിലയിൽ ഇരുന്ന് മുന്നോട്ട് പോകാൻ ഹല്ലേലൂയ ഇടയായി തീരുന്നൊരിക്കൽ തീർച്ചയായിട്ടും എവിടെയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹല്ലേലൂയ ജനനത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആ നല്ല നിലയിലുള്ളതായ ചികിത്സ നമുക്ക് ആ പരാജയത്തിന് കൊടുക്കണമെന്നൊരിക്കൽ ഈ വചനത്തിന് അതിനുള്ളതായ മാർഗവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് മക്കൾ നമുക്ക് ആ വചനത്തിലേക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ദിനംതോറും വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ നല്ല ആമേൻ കെടാത്ത ആമേൻ നല്ല വചനമാകുന്ന ബീജം ആമേൻ ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീണ്
കർത്താവിന് വേണ്ടി അധികമായി വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.